ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഒരുപാട് സന്തോഷം, ഒരുപാട് വീഡിയോകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനും കാണുന്നതിനും ഒക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേരളി ടി വിയുടെ അറേബ്യൻ കാഴ്ചകളുടെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോഡി മാസ്റ്റേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാണ്. ബോഡി മാസ്റ്റേഴ്സിലെ ഒരു മലയാളി ട്രെയിനർ, അതായത് നമ്മുടെ സൗദി ഫുട്ബോൾ ടീമിലുള്ള പ്ലെയേഴ്സിനുൾപ്പെടെ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരാനായിട്ട് പോകുന്നത്. വന്നിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഏകദേശം 1 മണിക്കൂറായി നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് വെളിയിൽ നിൽക്കുക, അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈവൻ നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇതും ചെയ്തിട്ട് വെളിയിൽ വെയിലത്ത് നിൽക്കാനായിട്ട് പറ്റും. നല്ല വെയിൽ ഓൾറെഡി ഉണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു, ഐസ് മഴയൊക്കെ പെയ്തിട്ട് ആകെ ഇടങ്ങേറായിരുന്നു. ഇന്ന് ചൂടുമാണ്. ഏത് കാലാവസ്ഥയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് പുള്ളി ഷേവ് ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷേവ് ചെയ്യാൻ പോയിട്ട് ഇതുവരെ പുള്ളിക്കാരനെ കാണാനില്ല. 1 മണിക്കൂറായി നമ്മൾ വെളിയിൽ നിൽക്കണം. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിക്കാരൻ്റെ പേരെന്തായിരുന്നു? ഷംസു എന്നാണ് പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് നോക്കി എല്ലാവരും വിളിയോട് വിളി, ഓരോരുത്തരെ മാറി വിളി. എല്ലാവരും പോസ്റ്റാ വെളിയിൽ, നല്ല മറ പോസ്റ്റ്. നമ്മൾ 1 മണിക്കൂർ ഇവിടെ പോസ്റ്റ് അടിച്ച് നിന്നിട്ട് എത്തിയ പുള്ളിയെ കണ്ടു. ഷേവ് ചെയ്യാനായിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. 1 മണിക്കൂറായിട്ട് നമ്മളിവിടെ നിന്ന് ഇപ്പോഴാണ് കൈ കിട്ടിയത്. കണ്ടുപിടിച്ച ഇതാണ് ഷംസു. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ പുതിയ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തുന്നു. ഇവരൊക്കെ ഇവിടെ ഓൾറെഡി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പേര് പറഞ്ഞു? ജിജിൻ, മിഥുൻ, ഷെഫീഖ്. അതായത് കണ്ണൂരും, 2 പേര് കണ്ണൂർ, ഒരാൾ മലപ്പുറത്തുള്ള ആൾക്കാരാണ്. നിങ്ങൾ പുള്ളിയുടെ അണ്ടറിലാണോ? അതെ. ഓക്കെ, അപ്പോൾ അവരുടെ പുള്ളിക്കാരൻ്റെ അണ്ടറിൽ നമ്മളിനി നേരെ ബോഡി മാസ്റ്റേഴ്സിലേക്ക് കയറുവാണ്. ഇനി ഇവിടെ കയറി നോക്കട്ടെ എന്തൊക്കെയാണ് പരിപാടി. ഇവിടെ എന്താണ്? ഇതാണ് ട്രെഡ്മില്, ബൈസിക്കിള്. സ്വിമ്മിങ് കണ്ടില്ലേ? സ്വിമ്മിങ് കണ്ടില്ലേ? ഇല്ല. ആണല്ലേ, സ്റ്റീമിനൊന്നും കാണാൻ പറ്റില്ല. ജക്കൂസി, ഇത് കോൾഡ് വാട്ടർ. അത് ഹോട്ട് വാട്ടർ ആ സൈഡിൽ. ചെളിയൊക്കെ പോകണ്ടേ? എയറോബിക്സ് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് എക്സസൈസ്. ഇതുവരെ കസ്റ്റമർ ഫയലുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ എയറോബിക്സ് ഏരിയയാണ്. ക്രോസ്ഫിറ്റ് ഏരിയ. പുതിയ ട്രെയിനിങ് ആണ് ക്രോസ്ഫിറ്റ്. എന്തിൻ്റെ ക്രോസ്ഫിറ്റ്? അത് ഒരു പ്രാന്തം വർക്കൗട്ടാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അതന്നെ, പ്രാന്തം വർക്കൗട്ട്. ടീമൊക്കെ റെഡിയായി, സംഭവം ചെയ്യാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ഏരിയ. ഫുൾ ഇൻസ്ട്രക്ടർ. ഇവിടെ മൊത്തം ഇവരുടെ പുള്ളിക്കാരൻ്റെ സ്റ്റുഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? മൊത്തം സ്റ്റുഡൻസാണ്. ഇവരൊക്കെ രാവിലെ 10 മണിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വർക്കൗട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ സംഭവം ഗ്രാൻഡാണ്. ഈ ബോഡി മാസ്റ്റേഴ്സിന് തന്നെ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഒരുപാടുണ്ട്. കണ്ട് നമ്മൾ എവിടെയൊക്കെ തിരിഞ്ഞാലും ബോഡി മാസ്റ്റേഴ്സിൻ്റെ ഓഫീസ് കാണാം. പക്ഷേ അതിനകത്തൊരു മലയാളി ട്രെയിനറിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും. 42 ബ്രാഞ്ച്, സോറി, റിയാദിൽ 32 ബ്രാഞ്ച്. റിയാദിൽ 32 എണ്ണം. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത 6 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു 6 എണ്ണം ഒരു ലേഡീസാണ് തീർക്കും. ഇത് പ്രോട്ടീനാണ്. ഇതിൽ 200 കലോറി, 20 ഗ്രാം പ്രോട്ടീൻ, ഷുഗർ 1 ഗ്രാം. അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ കഴിക്കുക? എത്ര ഉള്ളൂ? അതും
പഞ്ചാര ഇടാത്ത കോഫി. ഇവിടെ പറഞ്ഞ എല്ലാവർക്കും പഞ്ചാര ഇടാത്ത കോഫിയാണ് കൊടുക്കുന്നത്. നമ്മൾ ഫ്ലെക്സിബിൾ അല്ല, ജീൻസ് ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല. നമ്മൾ വർക്കൗട്ട് മീൻസ് നമ്മൾ എപ്പോഴും ശരീരം ഫ്രീ ആയിട്ടിരിക്കണം. ഒന്നതില്ല, അതന്നെ പ്രശ്നം. ഷൂസ് ഇട്ട് കളിക്കുന്നതും ഷൂസ് ഇടാതെ കളിക്കുന്നതും എന്ത് വ്യത്യാസം? ഷൂസ് ഇട്ട് നമ്മൾ ഗ്രിപ്പ് എപ്പോഴും ഗ്രിപ്പാണ് കംഫർട്ടബിൾ. നാട്ടിലെപ്പോൾ അതുള്ളൂ, കാരണം ഇപ്പോൾ അതൊന്നും ഒരു സ്റ്റാൻഡേർഡായി നമ്മൾ പൊതുവേ. ഇത്രയും ഫാസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യണമല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്താ സംഭവം? ഇതാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. പൊതുവേ നമ്മുടെ ശരീരം സ്ട്രെച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിന് മുന്നേ, വെയിറ്റ് ട്രെയിനിൻ്റെ മിഡിലും വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം ഒരു 5 മിനിറ്റ്. അപ്പോൾ ചെറിയൊരു ശരീരം നമ്മൾ ബോഡി ബിൽഡേഴ്സിനെ കണ്ടിട്ടുണ്ട്, അവർ നടക്കേണ്ടതൊക്കെ ഇങ്ങനെ. അവർ കാണുന്ന അവർക്ക് മസിൽ മൂവ്മെൻറ്റ് ഫ്ലെക്സിബിൾ ഉണ്ടാവില്ല. ഈ മസിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്തല്ല നമ്മളിപ്പോൾ എന്താ വർക്കൗട്ട് ചെയ്യണേ ആ മസിൽ നമ്മൾ ഇതിൽ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ പോർഷനുകളും കണ്ടാൽ മനസ്സിലാവും. എല്ലാ പോർഷനും നമുക്ക് സ്ട്രെച്ച് ചെയ്യും. അതിൻ്റെ ഓരോന്ന് കൊടുത്തേക്കാണല്ലോ. അത് നിർബന്ധമാണ് ചെയ്യുന്നത്. അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആവണം നമ്മുടെ ശരീരം. നമുക്ക് അതിനുള്ള ഫ്ലെക്സിബിളും നമുക്കുള്ള അടുത്ത മൂവ്മെൻറ്റ്സ് കിടക്കാനുള്ള ഡെവലപ്പ് ഉണ്ടാവും മസിൽ. ഓക്കെ. എൻ്റെ ഇതിന് നമുക്ക് എന്താ പറയുക, ഇത് പറയാനായിട്ടെ ഒരു ഡയറ്റ് പ്ലാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ബോഡി വെയിറ്റ്, നിങ്ങളിപ്പോൾ BMI നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങളെ ബോഡി വെയിറ്റ്, ഹൈറ്റ്, ഫോർ എക്സാമ്പിൾ സെൻറ്റിമീറ്റർ, കിലോ, ഓക്കെ, അത് നോക്കിയിട്ട് നമുക്കൊരു ഏകദേശം കണക്ക് കിട്ടും. പിന്നെ നിങ്ങളെ വയസ്സ്, ഓക്കെ, പിന്നെ നിങ്ങൾക്കുള്ള ഇഞ്ചുറി അത് നോക്കണം ഫസ്റ്റ്. ഓക്കെ. പിന്നെ ഡോക്ടർ ഓക്കെ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഷുഗർ ഉണ്ടെങ്കിൽ അപ്പോൾ ഷുഗറിനനുസരിച്ച് വർക്കൗട്ട് ഒറ്റടിക്കാണ്ട് തരൂല്ല ഒന്നും. ഓക്കെ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. നമുക്കൊരു 3 മാസമെങ്കിലും അതിൻ്റെ നല്ല ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. 3 മാസമെങ്കിലും പിടിക്കും. ഇപ്പോൾ എല്ലാവരും സാധാരണ ചോദിക്കുന്നത് 6 പാക്ക് വരാനായിട്ട് എത്ര ടൈം എടുക്കും? അത് ഡിപ്പെൻഡ്. നമ്മളിപ്പോൾ ഒറ്റടിക്ക് നമുക്ക് പോകാൻ വഴിയുണ്ട്, 2 മാസം കൊണ്ട് എത്താനുള്ള വഴിയുണ്ട്. അത് നമുക്ക് വേറെ പ്രശ്നം ദൂഷ്യഫലം ഉണ്ടാക്കും ഭാവിയിൽ. നമുക്ക് ഒരു വർഷം എന്തായാലും മിനിമം 2 വർഷം വർക്കൗട്ട്, നല്ല ഡയറ്റ് പ്ലാനും വർക്കൗട്ടും. പിന്നെ എല്ലാവർക്കും ഇത് കഴിയുന്നില്ല. എല്ലാ മൂവ്മെന്റ്സും മോട്ടിവേഷനും എല്ലാം വേണം. അല്ല, നമ്മളിപ്പം ചിലർ പറയുന്നുണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ മറ്റേ നാരങ്ങളും കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. അത് മലയാളികളെ തിരക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ ഈ പരിപാടി ശരീരം ശരീരം ഇളകിയാലും എല്ലാത്തിനും ഗുണമുണ്ടാവും, ശരീരമായിട്ടും മാനസികമായിട്ടും. ഓക്കെ, നമുക്ക് റെഡി ആയിരിക്കും. റെഡി. ഓക്കെ. അത് ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ ബാക്കിൽ റെഡിയാണ്. അപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഹലോ സജി. ഇങ്ങനെ 6 പാക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്. ആൻഡ് പ്രോട്ടീൻ നമ്മളിപ്പോൾ 6 മാസം മുന്നേ പ്രിപ്പറേഷൻ. നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങിയാലോ എന്ന്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇത് പുള്ളിയുടെ ഒരു ട്രെയിനറാണ്, സ്റ്റുഡൻ്റാണ്. മറ്റവനവിടെ പോയി അവൻ്റെ വയറ കാണിച്ചു. എൻ്റെ പൊന്നു മോനെ, ആ വയറൊക്കെ ഒന്ന്. ഞാനും ആ ഒരു സൈസില്ല, അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. 95 കിലോ ഉണ്ടായിരുന്നു. 3 മന്ത്സിൽ 20 കിലോ, ഓൾമോസ്റ്റ് 20 കിലോ കട്ട് ചെയ്തു. 3 മന്ത്സും ഉണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസ്. 94 കിലോ ഞാനും ഉണ്ട്. അല്ലേ, ഇപ്പോൾ 88 സംതിങ് ആണ്. ഞാൻ 93 കിലോ ഉണ്ടായിരുന്നു. 75 എത്തിച്ചിട്ടുണ്ടായിരുന്നു. 75 മാർച്ച് 1st-2nd വീക്കിലോട്. എൻ്റെ പൊന്നപ്പോൾ നമ്മളൊക്കെ ഇന്ന് നടന്നു. 27 കിലോ 28 കിലോ കുറച്ചത് 3 മന്ത്സ് ഈ ഒരു പീരീഡല്ലേ. അതും തരും. ആ ഫോട്ടോ പുള്ളിക്കാരൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ, ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന്. ആ ഫോട്ടോ കാണിച്ചു തരാനായിട്ട് മടിയാണ്. കാരണം ഇപ്പോൾ കണ്ടോ ഫ്ലാറ്റ് ആപ്സ്, ഇതിങ്ങനെ അല്ലായിരുന്നു ഗൈസ്. ഒരു വേറൊരു ലെവലായിരുന്നു. എത്ര കിലോ കുറഞ്ഞു മൊത്തം? 117 കിലോ ഉണ്ടായിരുന്നു. 117 കിലോ. ഇപ്പോൾ 85 വന്നു. 85 കിലോ. എൻ്റെ പൊന്നു, അത് ശരിക്കും ഒന്ന് കാണണം കേട്ടോ. നമ്മളൊക്കെ 94-ന്ന് ഏകദേശം 87 എത്താനായിട്ട് ഞാൻ കിടന്ന് പെട്ട പാടുണ്ട്. ഡയറ്റായിരുന്നു ഡയറ്റ്, പുള്ളിയുടെ ഡയറ്റ് പ്ലാൻ പ്രകാരമുള്ള ഡയറ്റായിരുന്നു. ഓക്കെ. അതിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് മുഴുവൻ കട്ട് ചെയ്ത് പ്രോട്ടീൻ മാത്രമായിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റ് ഉണ്ടായിരുന്നു. അത് പ്രോട്ടീൻ ഷേക്കും പിന്നെ മുട്ടയുടെ എഗ് വൈറ്റ് മാത്രം കഴിച്ചിട്ട് കുറച്ച് ദിവസം
പിന്നെ അത് മാത്രം? പിന്നെ ഉപ്പ് കട്ട് ചെയ്തു കുറച്ച് ദിവസം. എൻ്റെ പൊന്നെ. പിന്നെ വാട്ടർ കട്ടിങ്. എങ്ങനെയാ മെയിൻറ്റെയിൻ എൻ്റെ കാര്യത്തിൽ തീരുമാനമോ? ആ പക്ഷെ സംഭവം എഫക്റ്റീവ് ആയിരുന്നു. ഇപ്പം ഒന്ന് ഫാറ്റ് കയറിയതാണ് കുറച്ചുകൂടെ. ഇപ്പം ഇവരെ കൂടെ ഇങ്ങനെ കേരളത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം മത്സരത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് നന്നായിട്ട് ചോറും മീൻകറിയും കണ്ടപ്പോഴത്തേക്ക് ചാടി വീണു. 10 ദിവസം നാട്ടിലത് ഭക്ഷണം. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് നമ്മൾ ചോറ് കഴിക്കണത് ലേശം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ഇത് വേറൊരാളെ കൂടെ പരിചയപ്പെടുത്തുകയാണ്. പേര് പറഞ്ഞില്ല. സജാദ് എന്നാണ് പുള്ളിയുടെ പേര്. ഇപ്പം നടന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ ഫൈനൽ റൗണ്ട് വരെ എത്തിയ പുള്ളിയുടെ ഒപ്പം നമ്മുടെ ഷംസുക്കയുടെ ഒപ്പം മത്സരിച്ചൊരു പുള്ളിയാണ്. ഇപ്പോൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ വന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. കാണേണ്ടിയിരിക്കുന്നു. ഫിസിക് മോഡൽ, ഓക്കെ, മോഡലിംഗ് എന്ന് പറയും. ഓക്കെ. ബോഡി ബിൽഡിംഗ് വ്യത്യാസമുണ്ട്. ബോഡി ബിൽഡിംഗ് ശരീരം മൊത്തം നോക്കണം. അവർക്ക് പിന്നെ കാലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ശരീരം അരക്കെട്ട്, പ്രത്യേകിച്ചും അരക്കെട്ട്, നമ്മളെ ഷേപ്പ്, സ്ട്രക്ചർ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാണാനുണ്ട്. സിക്സ് പാക്ക് കാണിച്ചു കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ എടുത്ത് തോട്ടേക്കളെ ഇത് കണ്ടിനാ നിങ്ങള്. സിക്സ് പാക്ക് നിർത്തി പോയതാ. 5 വർഷമായി. 5 വർഷമായി. ഒരു മാറ്റമില്ല. ഇനി പുള്ളി ഇപ്പം അടുത്ത മത്സരത്തിന് പോവാൻ നിൽക്കുകയാണ്. 25-26 കുവൈറ്റിലല്ലേ? മെയില് ഏപ്രിൽ. ഓക്കെ, അടുത്ത മത്സരത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടെ വിചാരിക്കട്ടെ. നമ്മളെ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫുൾ ബോഡി ബിൽഡേഴ്സിൻ്റെ കൂടെ എന്തായിരുന്നാലും ഒരുപാട് സന്തോഷമൊക്കെ പരിചയപ്പെടാൻ സാധിച്ചാലും എന്തായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് 1 year സിക്സ് പാക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനത് കാണിക്കും. ഒരു 5 കൊല്ലത്തിന് ഒരു പ്രതീക്ഷിക്കണ്ട. ഞാൻ പ്ലാസ്റ്റർ ഇടാൻ പോയി ഒന്ന് വന്ന് ജോയിൻ ചെയ്യണം. സത്യം ഇത് 2 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അതുപോലെ ഇതുപോലെ അല്ലേ? പക്ഷെ എന്തായിരുന്നാലും ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഈ ഒരാളെ കണ്ടില്ല, എല്ലാവരും വർക്കൗട്ട് ചെയ്ത് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഫുൾ ടീം നിൽക്കുകയാണ്. നമ്മുടെ പുള്ളിയാണ് നമ്മളെ പരിചയപ്പെടുത്തി തന്നത് കേട്ടോ. ഇങ്ങനൊരാളിവിടെ ഉണ്ടെന്ന്. അല്ല, ഇങ്ങനൊരാളിവിടെ ഉണ്ടെന്ന് ശരിക്കും പറയാൻ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. പുള്ളി നമുക്ക് കാണിച്ചത് ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട്, നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാളാണെന്ന് നമുക്ക് വന്നിട്ട് പരിചയപ്പെടുത്തി തന്ന ഒരു വ്യക്തിയാണ് പുള്ളി എന്തായിരുന്നാലും. സോ എനിവേ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബോഡി മാസ്റ്റേഴ്സിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നതായിരിക്കും. ആരെങ്കിലും അങ്ങോട്ടേക്ക് വരാനായിട്ട് താല്പര്യമുള്ളവർ, ഷംസുഖാനെ കാണാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അവരോട് ചോദിക്കാവുന്നതാണ്. ആ ട്രെയിനർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് അസ്സലാം.